അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മുടെ പ്രഥമമായ വിഷയം കൊരിന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ദ പ്രോബ്ലം ഓഫ് സെക്ഷൽ ഇമ്മൊറാലിറ്റി. ദർ വാസ് എ ബ്രദർ ഹു വാസ് ഡൂയിങ് ഇൻസെസ്റ്റ്. തൻ്റെ പിതാവിൻ്റെ ഭാര്യയായി ഇരുന്നവളെ ഹി വാസ് ഹാവിങ് സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ. The church tolerated, the church had pride in a sense that സഭ അത് തിരുത്താനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമായിരുന്നു. ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഹോദരന്മാർ തമ്മിലുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ there was a problem. ഡിവിഷൻസ് ഉണ്ടായിരുന്നു. സ്ഥലം സഭയിൽ സഹോദരന്മാർ തമ്മിൽ കേസ് കൊടുക്കാനും വഴക്കിനും പോയിക്കൊണ്ടിരുന്ന ഒരു സമയം. ആ സമയത്തും പൗലോസ് വാദിച്ചുകൊണ്ടിരുന്നത് ദൂതന്മാരെ വിധിക്കുവാനാണല്ലോ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തത്, അല്ല, നിങ്ങൾ ഭക്തന്മാരായി നിന്നുകൊണ്ട് ലോകത്തെ വിധിക്കുവാൻ പോവുകയാണ്. അപ്പൊ ഭൂമിയിലുള്ള ഈ പെറ്റി വിഷയങ്ങൾ നിനക്ക് തീർക്കാനായിട്ട് നിന്റെ ഇടയിൽ പരിജ്ഞാനമുള്ളവരില്ലേ, കഴിവുള്ളവരില്ലേ? സഭയിലെ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഭൂമിയിൽ ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു പ്രഹസനമാക്കുന്നതിൽ നിങ്ങൾക്കൊരു കുറ്റബോധവും ഇല്ലേ എന്ന് പൗലോസ് ചോദിച്ച് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ആറാം അധ്യായത്തിന്റെ പകുതി ഭാഗം മുതൽ വീണ്ടും ഈ കംസ് ബാക്ക് ടു ദ പ്രോബ്ലം ഓഫ് സെക്ഷൽ ഇമ്മൊറാലിറ്റി, സെക്ഷുവൽ റിലേഷൻഷിപ്പ്, എങ്ങനെ അതിനെ കാണണം എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹൗ സെക്ഷുവൽ ലൈഫ്സ് അല്ലെങ്കിൽ പ്യൂരിറ്റി ഓഫ് our bodily relationships in marriage has to be maintained എന്നുള്ളത് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ we came to how Paul treats the problem or how he treats sex as a gift from God. ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു ദാനമാണ്. ആ ദാനം വിവാഹ ജീവിതത്തിൽ എൻജോയ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇരിക്കവേ സഹോദരന്മാരും സഹോദരിമാരും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വിത്ത് ഹോൾഡിങ് പാടില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു, ദ വേ ഇൻ വിച്ച് ദ ഹസ്ബൻഡ് ഷുഡ് ട്രീറ്റ് ഹിസ് വൈഫ് ഇസ് ആസ് ഇഫ് ഹി റെൻഡേഴ്സ് അൺടു ഹെർ. ഭർത്താവിന്റെ ശരീരം ഭർത്താവിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതല്ല, അത് ഭാര്യയ്ക്കുള്ളതാണ്. സിമിലർലി ദ വൈഫ്സ് ബോഡി ബിലോങ്സ് ടു ദ ഹസ്ബൻഡ്. സോ ഇരുവരും തമ്മിലുള്ള ആ സെക്ഷുവൽ പ്യൂരിറ്റി, ആ സെക്ഷുവൽ റിലേഷൻഷിപ്പ്, അതിന്റെ ആവശ്യകത, ദാറ്റ് ഹെൽപ്സ് എ മാൻ ആൻഡ് എ വുമൺ to continue in the desire that God has given to utilize it in a holy and God-defined boundary. And so we discussed on the imperative. കൊരിന്ത്യ സഭയിൽ പല വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഏഴാം അധ്യായത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഏഴാം അധ്യായം ഈസ് എ ചാപ്റ്റർ ഓഫ് ആൻസേഴ്സ്. ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഏഴാം അധ്യായം. എന്താണ് ചോദ്യം എന്ന് നമുക്ക് മാത്രം അറിയില്ല. കാരണം ചോദ്യങ്ങൾ ഇവർ ചോദിച്ച് പൗലോസിന് കൊടുത്തു. ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ചോദ്യ പേപ്പർ നമുക്ക് കിട്ടിയിട്ടില്ല, പൗലോസിനെ കിട്ടിയിട്ടുള്ളൂ. ആ ചോദ്യ പേപ്പറിനുള്ള ഉത്തരങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഏഴാം അധ്യായത്തിൽ കൊടുക്കുന്നത്. ഉത്തരം കണ്ടിട്ട് വേണം നമ്മൾ ചോദ്യം എന്തായിരുന്നു എന്ന് നോക്കാൻ. അതിനുശേഷം നമ്മൾ കൊരിന്ത്യ സഭയിൽ അല്ലെങ്കിൽ കൊരിന്ത്യ പട്ടണത്തിൽ അന്ന് ജീവിച്ചിരുന്ന വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന മൂന്ന് തരത്തിലുള്ള വിവാഹ പ്രവണതകൾ നമ്മൾ കണ്ടു, അല്ലെ? ഒന്ന്, 70% ഓഫ് ദ പോപ്പുലേഷൻ വേർ സ്ലേവ്സ്, അടിമകളായിരുന്നു. അപ്പോൾ ലീഗലായിട്ടുള്ള ഒരു മാരേജ് കോൺട്രാക്ട് ഇല്ല. അപ്പോൾ ഒരു യജമാനൻ വിചാരിച്ചാൽ മാത്രമേ ഒരു ദാസനായി നിൽക്കുന്ന ഒരു പുരുഷനോ സ്ത്രീക്കോ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിപ്പാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ദേ കോൾഡ് ഇറ്റ് ദ ടെന്റ് കമ്പാനിയൻഷിപ്പ്, അല്ലെ? അപ്പൊ ലീഗലായിട്ട് മാരേജ് കോൺട്രാക്റ്റും ഇല്ല. ഒരു അടിമ ഉടമസ്ഥൻ വേറൊരു അടിമ ഉടമസ്ഥനോട് അങ്ങനെ അവർ തമ്മിൽ എഗ്രിമെന്റ് വരികയോ, അല്ലെങ്കിൽ ഒരു അടിമയ്ക്ക് പുരുഷനും സ്ത്രീയും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കാനുള്ള അനുവാദം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ they come together in something called as the tent companionship. That was one form of marriage. The second form of marriage was something that we discussed in detail, which is called, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പേരുകൾ? ഉസൂസ്, അല്ലേ? ഞാനൊന്നുകൂടെ ഒന്ന് എടുക്കട്ടെ, 1 sec. ഞാനും പെട്ടെന്ന് അത് മറന്നുപോയി. The second was ഉസൂസ്. ആ ഉസൂസ് എന്ന് പറയുന്ന വിവാഹ ജീവിത ബന്ധം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കും 1 വർഷത്തേക്ക് ഒരുമിച്ച് ജീവിക്കാം. After 1 year they decide that if they want to continue as a husband and wife relationship. The second one was called the confarreatio. എന്ന് വെച്ചാൽ പുരുഷനും സ്ത്രീയും ഹൈ ക്ലാസ്, അതായത് കൊരിന്ത്യ പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഹൈ ക്ലാസ് സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള അടിമ ഉടമസ്ഥന്മാർ, അല്ലെങ്കിൽ പണമുള്ളവർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർ, അങ്ങനെയുള്ളവരുടെ ഒരു ഹൈ ക്ലാസ് വെഡിങ് ആയിരുന്നു കോൺഫാരഷ്യോ. അതിന്റെ പ്രോസസ്സ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആ വിവാഹവും നമ്മുടെ വിവാഹവും തമ്മിൽ
സെയിം ആണ്. 1 day വെഡിങ് ആണ്. യഹൂദന്മാരുടെ, അതായത് ജാതികളുടെ ഇടയിൽ നടന്ന വിവാഹ ശൈലിയാണ്. ഒറ്റ ദിവസം കൊണ്ട് വിവാഹം നടക്കും. രാവിലെയോ വൈകുന്നേരമോ വിവാഹം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ റിങ് മിഡിൽ ഫിംഗറിൽ ഇടും. കാരണം ഇറ്റ് ഗോസ് റൈറ്റ് ടു ദ നെർവ് ഓഫ് യുവർ ഹാർട്ട് എന്ന് റോമൻ ബയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവർ റിങ് മിഡിൽ ഫിംഗർ ഇടാൻ തുടങ്ങി. ബിക്കോസ് ദ നെർവ് ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ഹാർട്ട്. ആൻഡ് സോ ദേ ഗെറ്റ് മാരീഡ്. ആഫ്റ്റർ മാരേജ് ദേ ഗോ ടു എ ഫീസ്റ്റിംഗ് പ്ലേസ്. എല്ലാവരും പോയി റിസപ്ഷന് കൂടും. സോ ദിസ് ഈസ് ദ പാറ്റേൺ ദാറ്റ് വാസ് ഫോളോഡ് among the Corinth Gentile pagan marriages, which is almost similar to what we do. The Jewish weddings on the other side was betrothed for some time. They have 7 days of marriage function, multiple layers of marriage function. And so that was one sort of marriage. The fourth marriage pattern was where parents decide who your partners are. ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത് 2 പിതാക്കന്മാർ, കുടുംബങ്ങൾ തമ്മിൽ തീരുമാനിച്ച് അവർ വിവാഹം കഴിക്കുന്ന പാറ്റേൺ. ഇങ്ങനെ പശ്ചാത്തലമുള്ള ഒരു കൊരിന്ത്യ സഭയിൽ ഒരുപാട് വിവാഹ ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടായി. എങ്ങനെ കഴിക്കണം, കഴിക്കാതിരിക്കുമോ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ആ വ്യക്തിയോട് കൂടെ ജീവിക്കാൻ പറ്റുമോ, അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അൺഹോളിയായി മാറുമോ, എൻ്റെ അവിശ്വാസിയോട് എനിക്ക് ഇണയില്ല പിണ കൂടാൻ പറ്റുമോ. അങ്ങനെ പല സ്കൂൾ ഓഫ് തോട്ട് കൊണ്ട് ഈ മാരേജിനെ തന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ട് ഇവരാക്കി. അങ്ങനെ കുറെ ചോദ്യപേപ്പറുമായിട്ട് പൗലോസിന് ഒരു കത്ത് പോവുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് പൗലോസ് 7-ാം അധ്യായം വളരെ മനോഹരമായി താൻ എഴുതുന്നത്. ഈ പ്രശ്നങ്ങളിൽ വേറൊരു വലിയ പ്രശ്നം വന്നു. സിംഗിൾനെസ് ആൻഡ് മാരേജ്. സിംഗിളായിട്ട് ജീവിക്കണോ അതോ കല്യാണം കഴിച്ചിട്ട് ജീവിക്കണോ? സിംഗിളായിട്ട് ജീവിക്കുന്നവർ ആത്മീയരായി ഉന്നതരാണെന്ന് അനുമാനിക്കുന്ന ഒരു ഡോക്ട്രിനൽ ഇന്റർപ്രിട്ടേഷൻ കൂടെ അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, റോമൻ കത്തോലിക്ക സഭയിൽ ഇന്നും അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാൻ അലൗഡ് അല്ല. സെലിബസി ഈസ് സെലിബ്രേറ്റഡ്. സോ Paul is answering all these questions. സെലിബസി അലൗഡ് ആണോ, സെലിബസി ലീഗൽ ആണോ, മാരേജ് വിവാഹം കഴിക്കണോ, ആരെങ്ങനെ തീരുമാനിക്കും, സഭയ്ക്ക് എന്ത് തീരുമാനമെടുക്കാൻ കഴിയും, അങ്ങനെയുള്ള ഒരുപാട് നൂലാമാല ചോദ്യങ്ങളുടെ ഉത്തരമാണ് 7-ാം അധ്യായം. പൗലോസ് അത് എഴുതി വരുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വി കെയിം ടു 7. നമ്മൾ സിംഗിൾനെസ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ ജീവിക്കണമെന്ന് ഒരു പുരുഷനോ സ്ത്രീയോ തീരുമാനിച്ചാൽ അതിൻ്റെ മൂല അടിസ്ഥാനം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൽ നിന്ന് ആ കൃപാവരം, the gift has to come from God. സെക്ഷുവൽ ഡിസയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പൗലോസിന്റെ ആർഗ്യുമെന്റ്, യു ഗോ ഹെഡ് ആൻഡ് മാരി. സെക്ഷുവൽ ഡിസയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ വിവാഹം കഴിക്കരുതെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പൗലോസ് എന്താ പറഞ്ഞേ? കൃപാവരം. There is a gift. There is a clear distinction in how Paul explains that. And അതിനുശേഷം 8-ാം വാക്യം മുതൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയുണ്ടായി. 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ്. ജിംബിൾച്ച, can you read verse 8? Jonathan, can you distribute this? വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. 9 കൂടെ വായിക്കാം. ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, അടലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. Okay. So what he is trying to say in verse 8 is, again, നമ്മളിത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചാണോ, ഞാൻ വളരെ വേഗത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. പൗലോസ് പറയുകയാണ്, പൗലോസിന്റെ ആർഗ്യുമെന്റ്, പൗലോസ് സിംഗിൾ ആണെന്നുള്ളതാണ്. എങ്ങനെ സിംഗിൾ ആയെന്ന് നമുക്കറിയില്ല. സൻഹദരിൻ സംഘത്തിൽ അംഗമാകുന്ന പൗലോസിന് വിവാഹം കഴിക്കാതെ സൻഹദരിൻ സംഘത്തിൽ പ്രവേശനം ലഭിക്കുകയില്ല. പൗലോസ് ഒന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഭാര്യയെ വിട്ടിട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ പല ആർഗ്യുമെന്റ്സ് ഉണ്ട്. പക്ഷേ ഒരു കമന്റേറ്റർ എഴുതിയതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിക്കുകയുണ്ടായി. എന്ത് ചെയ്താലും സ്വർഗത്തിൽ പോയി ചോദിച്ചിട്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. അതിന് പൗലോസ് സിംഗിൾ ആയിരുന്നോ മാരീഡ് ആയിരുന്നോ എന്ന് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ താൻ എഴുതുന്ന വാക്കുകൾക്കാണ് അതിന്റെ സ്പഷ്ടത. ആൻഡ് സോ ഹി സേയിങ് ദാറ്റ് ഇഫ് യു കനോട്ട് എക്സസൈസ് സെൽഫ് കൺട്രോൾ ആൻഡ് യു ആർ ബേണിംഗ് വിത്ത് പാഷൻ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്നോട് 1-2 പേര് ഈ ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാനത് വളരെ വിശദമായി വേഗത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. വാട്ട് ഇസ് ദ വേർഡ് ബേൺ വിത്ത് പാഷൻ? എന്താണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്? ബേൺ വിത്ത് പാഷൻ, the word that is used is, some people explain that അല്പം ഈ തീയുടെ കനലുണ്ടല്ലോ, തീയുടെ കനലിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ചൂടുണ്ട്. ആ ചൂടാണോ ഇതെന്നാണ് പലരും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പക്ഷെ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം that you are so, നീ തീക്കനലായി തന്നെ
മാറിയിട്ടുണ്ട്. യു cannot control the heat inside your body. നിന്റെ ശരീരത്തിന്റെ ചൂട്, നിന്റെ ശരീരത്തിന്റെ ആ ഡിസയർ, ഇറ്റ് ഇസ് സോ സ്ട്രോങ് that you cannot stand against it. നിന്റെ ശരീരത്തിലെ ആ ഡിസയർ നിന്നിൽ വളരെ ശക്തി ആർജിച്ച് നിനക്കതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ട് നീ വിവാഹം കഴിക്കണം. ദാറ്റ് ഈസ് ദ വേർഡ് ബേണിംഗ് വിത്ത് പാഷൻ എന്ന് പൗലോസ് പറയുന്നത്. ആൻഡ് സോ ഹി കംസ് ടു വേഴ്സ് 10. ഇനി വളരെ വേഗത്തിൽ ഈ അധ്യായം 40 വാക്യങ്ങളുണ്ട്. 30 വാക്യങ്ങൾ വളരെ വേഗത്തിൽ തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഓടണം. ചില കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്, ചില കാര്യങ്ങൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഐ വിൽ ട്രൈ ടു സ്റ്റോപ്പ് where I have to stop and we'll see. 10ാമത്തെ വാക്യം. Can you read? വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയുമരുത്. Okay. What is Paul trying to say? വളരെ സിമ്പിൾ അല്ലേ? വിവാഹം കഴിച്ചവരോട് ഞാനല്ല കർത്താവ് അത്രേ ആജ്ഞാപിക്കും. ദിസ് ഇസ് എ കമാൻഡ്മെന്റ് ഡയറക്ട്ലി ഫ്രം ദ ലോർഡ്. ആൻഡ് വാട്ട് ഇസ് ദ കമാൻഡ്മെന്റ്? നോ ഡിവോഴ്സ്. ദ വേർഡ് യൂസ്ഡ് ഇസ് ലീവിങ് against each other. The wife should not separate from her husband. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാ കല്യാണങ്ങൾക്കും കേൾക്കുന്ന വാക്യമാണ്. ബട്ട് ഇഫ് ഷീ ഡസ്, എന്നാൽ താൻ വിവാഹമോചനം തനിക്ക് ലഭിച്ചാൽ, 11ാമത്തെ വാക്യത്തിൽ ജിമ്പിൾ ചാത് ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? 11ാമത്തെ വാക്യം. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. ഓക്കെ, പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. So Paul is very clear. ഈ വാക്യ ശകലം മുതൽ we will try to understand that Paul is not giving, കർത്താവിൽ നിന്നുള്ള കമാൻഡ് യൂണിവേഴ്സൽ കമാൻഡ് ആണ് അല്ലേ? പക്ഷെ വിവാഹമോചനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ദ മോസ്റ്റ് ഈസിയസ്റ്റ് എക്സ്പ്ലനേഷൻ ഇസ്, ഇതിൻ്റെ 17 18 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഭാര്യയോടോ ഭർത്താവിനോട് കൂടോ അല്ല ബിലീവിങ് സ്പൗസിന്റെ കൂടെ ഓപ്പോസിറ്റ് സ്പൗസിന് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ പൊയ്ക്കോട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. സോ ഏതെങ്കിലും കാരണവശാൽ വിവാഹമോചനത്തിലേക്ക് പ്രവേശിച്ചാൽ വീണ്ടും വിവാഹം കഴിക്കരുത്. ഇതാര് പറഞ്ഞ കമാൻഡ്മെന്റ് ആണ്? ദിസ് ഇസ് ഫ്രം ദ ലോർഡ്. സോ ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം, ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ഫോർ ബിലീവേഴ്സ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഞാൻ ആ വിഷയം അവിടെ വെച്ചിട്ട് അടുത്ത വാക്യത്തിലേക്ക് കയറുകയാണ്. ടു ദ റെസ്റ്റ്, 12ാമത്തെ വാക്യം. എന്നാൽ ശേഷമുള്ളവരോട്, ശേഷമുള്ളവർ ആരാണ്? ഈ ശേഷമുള്ളവർ സിംഗിൾ, ടു ദ ആൾക്കാർ, ടു ദ സിംഗിൾ ഉണ്ട്, വിവാഹമോചനം ലഭിക്കാത്തവരുണ്ട് അല്ലേ? അത് വായിച്ചേ. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നു. കർത്താവല്ല ഞാൻ അത്ര പറയുന്നത്. അത് പൗലോസിന്റെ കയ്യിലിട്ട സാധനമാണത്. എന്തോ ആണ്? ബൈബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് ഇത് വേദവാക്യമായിട്ട് നിൽക്കുന്നു. പക്ഷെ ആസ് ഫ്രം എ ഹ്യൂമൻ പെർസ്പെക്റ്റീവ്, ദിസ് ഇസ് ഫ്രം പോൾസ് ഹാൻഡ്. സോ പൗലോസിന്റെ അടുക്കിലേക്ക് വന്ന ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇത്. സോ പോൾ ഇസ് ടെല്ലിംഗ് വെരി സ്പെസിഫിക്കലി അബൌട്ട് എ പോയിന്റ്. ഞാൻ ആ പോയിന്റ് വായിച്ചിട്ട് നമുക്ക് വി വിൽ സീ if Paul's argument stands valid. Okay, എന്താ പറയുന്നത്? ഒരു സഹോദരൻ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോട് കൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. ഓക്കെ, വിഷയം മനസ്സിലായല്ലോ. രക്ഷിക്കപ്പെട്ടതിന് മുൻപാണ് രണ്ടുപേര് തമ്മിൽ വിവാഹം കഴിച്ചത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം she consents to live with him, he should not divorce her. Any brother has a wife who is an unbeliever. അപ്പം ബ്രദർ ബിലീവർ ആണോ? അല്ലേ? സിമ്പിൾ, ബിലീവർ ആണ്. ഭാര്യ അൺബിലീവർ ആണ്. പൗലോസ് എന്താ പറയുന്നേ? എടാ, നീ രക്ഷിക്കപ്പെട്ടു, നിന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ട് നിന്റെ കൂടെ ജീവിക്കാൻ, നിന്റെ വിശ്വാസം നീ പാലിക്കാനായിട്ട് അവക്കൊരു തടസ്സവുമില്ല. ഷീ ഈസ് വില്ലിംഗ് ടു സെർവ് യു ആസ് യുവർ വൈഫ്. അങ്ങനെയാണെങ്കിൽ വിവാഹമോചനം അനുവദനീയമാണോ? എന്തോ അല്ല. ജീവിച്ചോളൂ, ജീവിക്കണം. ഇഫ് ഷീ കൺസെൻസ് ടു ലിവ് വിത്ത് യു, യു ലിവ് വിത്ത് ഹർ. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്തത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോട് കൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അപ്പൊ എന്തായി? വൈസ് വേഴ്സ. ഓക്കെ ആണല്ലോ ആ വാക്യം? അടുത്ത വാക്യം. ഓക്കെ, എന്താ കാരണം? 14ാമത്തെ വാക്യം.
അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. are you with me? എന്തായിരുന്നു കൊരിന്ത്യ സഭയിലെ ഇഷ്യൂ? എന്തായിരിക്കും അവർ ചോദിച്ച ചോദ്യം? അവിശ്വാസികളോട് ഇണയില്ല, പിണക്കൊടും. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി ഇങ്ങേരുടെ കൂടെ ജീവിക്കേണ്ട കാര്യം എനിക്ക് ഇല്ല, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഈ പഴയതിൻ്റെ കൂടെ ഞാൻ ജീവിക്കേണ്ട, ഞാനൊരു കൊളോക്കിയൽ ഭാഷയിൽ അങ്ങ് പറഞ്ഞു പോവാണ് കേട്ടോ, ഈ പഴയതിൻ്റെ കൂടെ ജീവിക്കേണ്ട കാര്യം എനിക്കില്ല. ഐ ആം ഫ്രീ നൗ, ഈവൻ ഫ്രീ ടു ഈവൻ മാരി എ ന്യൂ ബിലീവർ. ആർ യു വിത്ത് മീ? സോ പോൾ ഇസ് ഗിവിംഗ് ദ കമാൻഡ്, അവൾ നിന്റെ കൂടെ ജീവിക്കാൻ, ഭാര്യ നിന്റെ കൂടെ ജീവിക്കാൻ, if she is willing to live with you where you are allowed to do your practice of faith, please go ahead and live with her. The reason is because he is talking about the process of sanctification. 14ാമത്തെ വാക്യം, അവിശ്വാസിയായ, the unbelieving husband is made holy because of his, ഞാൻ അവിടെ എൻ്റെ വാക്ക് ആഡ് ചെയ്യാണ്, believing wife. ഓക്കെ, കാരണം അവിശ്വാസിയായ ഭർത്താവും വിശ്വാസിയായ ഭാര്യയും തമ്മിൽ ജീവിക്കുമ്പോൾ the argument that they brought forward was, വിശുദ്ധമായ ഒരു പുതിയ സൃഷ്ടി അശുദ്ധമായ ഒരു പഴയ സൃഷ്ടിയുടെ കൂടെ ജീവിക്കുമ്പോൾ ഈ അശുദ്ധി വിശുദ്ധിയെ നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് ജീവിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സോ നൗ പോൾ ഈസ് സേയിങ്, അങ്ങനെയല്ല. അശുദ്ധനായ ഒരു മനുഷ്യൻ വിശുദ്ധമായ ഒരു വ്യക്തിയോട് ജീവിക്കാൻ തുടങ്ങിയാൽ അശുദ്ധിയല്ല വിശുദ്ധിയിലേക്ക് പോകുന്നത്, വിശുദ്ധിയാണ് അശുദ്ധിയിലേക്ക്. ദ അൺബിലീവിംഗ്, ദ അൺഹോളി പേഴ്സൺ ഈസ് സാങ്ക്ടിഫൈഡ്. ആ കുടുംബജീവിതത്തിൽ കൂടുതൽ ക്ഷമിക്കുവാൻ സാധ്യതയുള്ളത് ആരാ? രക്ഷിക്കപ്പെട്ട ആള്. ആ കുടുംബജീവിതത്തിൽ സഹിക്കാൻ കൂടുതൽ കൃപാവരം കിട്ടുന്നത് ആരായിരിക്കും? സോ പോൾ ഈസ് സേയിങ്, അതിൻ്റെ അർത്ഥം ഈ അവിശ്വാസിയായ ഭർത്താവ് ഓട്ടോമാറ്റിക്കലി സ്വർഗത്തിൽ പോകുന്നത് കൊണ്ടാണോ? അല്ല. He's saying there is a life of sanctification, there is a life of purity that the believing spouse will put forward, and therefore if she is willing to live with you, you continue your good work at home. ഭവനത്തിൽ അത് കണ്ടിന്യൂ ചെയ്യൂ. And what is he saying? Otherwise your children would be unclean, but as it is they are holy. അപ്പോൾ എന്തായിരിക്കണം അവരുടെ ക്വസ്റ്റ്യൻ? ഇതിലുണ്ടായ കുഞ്ഞുങ്ങൾ, അല്ല ഇതിന് ശേഷം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, ഈ അവിശ്വാസിയോട് ഇണയില്ല പിണ ഞാൻ കൂടി സെക്ഷൽ റിലേഷൻഷിപ്പിൽ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അത് അശുദ്ധം ആയില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ ആർഗ്യുമെന്റിനെയാണ് പൗലോസ് ഖണ്ഡിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമേ ഇവിടെ നടന്നില്ല. വിശുദ്ധനായ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ അശുദ്ധി അങ്ങോട്ട് കയറിയോ, അദ്ദേഹത്തിന്റെ വിശുദ്ധി നമ്മളിലേക്ക് പ്രവേശിച്ചോ? ഞാൻ പറഞ്ഞ മനസ്സിലാവും. സോ പോൾ ഈസ് സേയിങ് ദിസ് ഈസ് എ മാരിറ്റൽ സാങ്ക്ടിഫിക്കേഷൻ, ദിസ് ഈസ് എ ഹോം സാങ്ക്ടിഫിക്കേഷൻ. വൺ ബിലീവർ ഇൻ ദ ഹൗസ് ഈസ് ഗുഡ് ഇനഫ് ടു ട്രാൻസ്ഫോം ദാറ്റ് ഹൗസ്. ആൻഡ് സോ ഹി ഈസ് സേയിങ് ദ ചിൽഡ്രൻ ആർ ഓൾസോ ഹോളി. കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ പോകുന്നല്ല പൗലോസ് പറയുന്നത്, ദേ ആർ സാങ്ക്ടിഫൈഡ് ബൈ ദ ബിലീവിംഗ് പേരന്റ്. അത് ക്ലിയർ അല്ലേ? ഞാൻ മുന്നോട്ട് പോവാ. 15ാമത്തെ വാക്യം, ബട്ട് അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ, അവിശ്വാസി അടി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇവന്റെ വിശ്വാസവും വേണ്ട, അല്ലെങ്കിൽ ഭർത്താവ് പറയാണ് നീ നിന്റെ വിശ്വാസം പിടിച്ചോണ്ടോ, ഞാൻ ഇനി നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? പിരിയട്ടെ, അവളെ പിരിയട്ടെ. അപ്പോൾ ഡിവോഴ്സ് അലൗവ് ചെയ്യുന്ന അല്ലെങ്കിൽ പിരിയട്ടെ എന്ന് തീരുമാനിക്കുന്നത് എവിടെ വെച്ചാ? ഇവിടെ വെച്ചാണ്. എൻ്റെ ചോദ്യം, അങ്ങനെ വിശ്വാസിയായ ഭർത്താവോ ഭാര്യയോ അവിശ്വാസിയായ ഭാര്യയോ ഭർത്താവോ ഇട്ടിട്ട് പോയാൽ ഈ വിശ്വാസിയായ ഭർത്താവിനും ഭാര്യയ്ക്കും വീണ്ടും വിവാഹം കഴിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? തൊട്ട് മുകളിലത്തെ പറ്റുമെന്ന് അഭിഗായ്സ് ഇല്ല, നിനക്ക് ഓപ്ഷൻ ഇല്ല. തൊട്ട് മുകളിലത്തെ വാക്യം എന്താ? കർത്താവിന്റെ കൽപ്പനയാണ്, യു കനോട്ട് ഡിവോഴ്സ്. ആർ യു വിത്ത് മീ? സോ ലുക്ക് അറ്റ് പോളിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്. ഓക്കെ, എന്താ കാരണം? 15ാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാമോ? 2ാമത്തെ ഭാഗം. ഇൻ സച്ച് കേസസ്, ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. അല്ല, ഗോഡ് ഹാസ് കോൾഡ് യു ടു, എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതെ, അടി ഉണ്ടാക്കി കുത്തിന് പിടിച്ച് അവിശ്വാസിയായ ഭർത്താവിനെയോ ഭാര്യയോ വീട്ടിൽ പിടിച്ച് നിർത്തണ്ട, പോണ്ടവർ പൊയ്ക്കോട്ടെ, സമാധാനത്തിൽ നിങ്ങൾ ആ ബന്ധം അവസാനിപ്പിക്കുക
എന്ന് പറഞ്ഞ് അവിടെ അവസാനിക്കുന്നു. 16-ാമത്തെ വാക്യം. സ്ത്രീയെ, നീ ഭർത്താവിന് രക്ഷ വരുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഓക്കെ, പുരുഷ, നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? അറിയാം. Now, ഇവിടുത്തെ ചോദ്യം എന്തായിരിക്കണം അവരുടെ ചോദ്യം? ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ ഭർത്താവിന് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, പക്ഷെ ഞാൻ അങ്ങേരെ വിടൂല. അല്ല, എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവൾ എന്നെ എന്ത് ചെയ്താ പിരിയാനായിട്ട് സമ്മതിക്കുന്നില്ല. ഭാര്യയുടെ ആർഗ്യുമെന്റ് എന്താ? എൻ്റെ കൂടെ ജീവിച്ച് അവസാനം ഇങ്ങേര് രക്ഷിക്കപ്പെടുമല്ലോ, ഇല്ലേ? അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആർഗ്യുമെന്റ് എൻ്റെ കൂടെ ജീവിച്ച് അല്ലെ ഭാര്യയെ പിരിയാൻ, ഭാര്യ ഈസ് നോട്ട് അലവിങ് ടു ലിവ് വിത്ത്, ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഭാര്യ എന്നെ പിരിയാൻ അവൾ എന്ത് ചെയ്താ അല്ലെ എൻ്റെ കൂടെ ജീവിക്കാനായിട്ട് താല്പര്യമില്ല, പക്ഷെ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ സമ്മതിക്കുന്നു ഇല്ല. വെൻ ഷീ ബ്രിങ്സ് എ പേപ്പർ ഐ വിൽ നോട്ട് സൈൻ. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. വാട്ട് ഈസ് ദി ആർഗ്യുമെന്റ്? അങ്ങനെങ്കിലും അവൾ എൻ്റെ കൂടെ നിന്ന് രക്ഷിക്കപ്പെട്ടാലോ, വിവാഹ ജീവിതത്തിലൂടെ രക്ഷിക്കപ്പെട്ടാലോ എന്നുള്ള ആർഗ്യുമെന്റ് അവർ ചോദിച്ചു. പൗലോസ് എന്താ പറഞ്ഞേ? ഹൗ ഡു യു നോ ഇഫ് യു വിൽ സേവ് യുവർ ഹസ്ബൻഡ്? എന്ന് വെച്ചാൽ നിന്റെ കൂടെ നീ നിർബന്ധം പിടിച്ച് ബിലീവിങ് സ്പൗസ് അൺബിലീവിങ് സ്പൗസിനെ ഞെരുക്കി നിങ്ങളുടെ കൂടെ നിർത്തേണ്ട കാര്യം ഇല്ല. If she wants peace and the unbelieving spouse wants to leave, let them leave. This also is an answer to many questions that some of us ask. കല്യാണത്തിലൂടെ രക്ഷിക്കപ്പെടുത്തി എടുക്കാമല്ലോ, അല്ലേ? ഇതൊന്നും നമുക്ക് അനുവദനീയമല്ല. പക്ഷെ ലുക്ക് അറ്റ് ഹൗ പോൾ ഇസ് ബ്യൂട്ടിഫുള്ളി ആർഗ്യൂയിങ്. ഓക്കെ, 17-ാമത്തെ വാക്യം. ഞാൻ മുന്നോട്ട് പോവാ. ഓക്കെ. എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തരെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. അതെ, ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്. സകല സഭകൾക്കും കൊടുക്കുന്ന എൻ്റെ റൂൾ. ആരുടെ റൂൾ? പൗലോസ് എന്ന അപ്പോസ്തലന്റെ, സഭാസ്ഥാപകന്റെ, ദൈവത്തിന്റെ അപ്പോസ്തലനായി തിരഞ്ഞെടുക്കപ്പെട്ട പൗലോസിന്റെ റൂൾ എന്ന് പറയുന്നത്, ദൈവം നിന്നെ ഏത് സാഹചര്യത്തിൽ വിളിച്ചോ, നീ അന്നേരം വിവാഹിതനാണോ, അത് കണ്ടിന്യൂ ചെയ്യുക. നിന്റെ വാട്ട് എവർ ദ സിറ്റുവേഷൻ യു ആർ ഇൻ, യു കണ്ടിന്യൂ. ദൈവം നിന്നെ വിളിക്കുന്നതിന് മുൻപ് നിന്റെ സിറ്റുവേഷൻ എന്താണോ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്, സൊസൈറ്റൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് നീ ശ്രമിക്കരുത്. ആൻഡ് സോ നൗ ഹി ഈസ് coming to verse 18. Can you read 18 and 20? ഒരുത്തൻ പരിച്ഛേദനയോടെ വിളിക്കപ്പെട്ടുവോ, അഗ്രചർമ്മം വരുത്തരുത്. ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ, പരിച്ഛേദന ഏൽക്കരുത്. പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. അടുത്ത കൂടെ വായിച്ചോ. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ഓക്കെ, അടുത്ത ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ഓക്കെ, അങ്ങനെ സെക്ഷുവൽ ലൈഫിനെ പറ്റിയും മാരിറ്റൽ ലൈഫിനെ പറ്റിയും സിംഗിൾ സ്റ്റേറ്റസിനെ പറ്റി പറയുന്നതിൻ്റെ ഇടയ്ക്ക് പോൾ യൂസസ് ടു മെറ്റഫോറിക് ലാംഗ്വേജ് ദാറ്റ് വാസ് ഓൾസോ എ ചാലഞ്ച് ഇൻ ദ കൊരിന്ത്യൻ ചർച്ച്. യഹൂദന്മാരുടെ ഇടയിൽ അവർ പറഞ്ഞിരുന്നു, അഗ്രചർമ്മം ഏറ്റവരാണെങ്കിൽ കൊരിന്ത്യൻ ചേർച്ചിൽ പ്രഷറായിരുന്നു ആ അഗ്രചർമ്മത്തിൻ്റെ മാർക്ക് എടുത്ത് കളയണമെന്ന്. മനസ്സിലായി? യു ആർ നോട്ട് ദി ഓൾഡ് ജൂ, യു ആർ ദ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. ഇനിയും കൊരിന്ത്യ പേഗൻസ് ആയിട്ട് സഭയിൽ കടന്നു വന്നവർ, യഹൂദന്മാരുടെ മെജോറിറ്റി ഉണ്ടായിരുന്ന ഇടയിൽ എന്തായിരുന്നു പ്രശ്നം? വേർതിരിവ് ഉണ്ടായിരുന്നു. സർക്കംസിഷൻ വേഴ്സസ് അൺസർക്കംസിഷൻ. പോൾ ഇസ് സെയിങ്, ദൈവം നിന്നെ ഏത് സാഹചര്യത്തിൽ വിളിച്ചോ കണ്ടിന്യൂ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ചെയ്യാനും അനാവശ്യമായ മാനുഷിക നിയമങ്ങൾക്കും പോകണ്ട. 20-ാമത്തെ വാക്യം. നീ അടിമയായിരുന്നോ, നീ ഉടമസ്ഥനായിരുന്നു. ദൈവം നിന്നെ ഏത് അവസ്ഥയിലാണോ വിളിച്ചത് അത് കണ്ടിന്യൂ ചെയ്യുക. ഞാൻ അടിമ, കാരണം 70% of the population in the Roman Empire was slaves, and therefore that exact percentage would have translated into the church, into the church believing community. അപ്പോൾ പൗലോസ് പറയുകയാണ്, നീ അടിമ നുകത്തിൽ കടന്ന ഒരാൾ കർത്താവിൽ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ നീ വിശ്വാസിയായെന്നും പറഞ്ഞ് ഉടമസ്ഥനെ ചീത്ത പറഞ്ഞ് ഇറങ്ങി ഓടരുത്. എക്കണോമിക് റിലേഷൻഷിപ്സ് തകർക്കണ്ട. യു കണ്ടിന്യൂ ആസ് എ ബോണ്ട് സെർവൻറ്റ്. അല്ല, ഇഫ് യു ആർ ഫ്രീ, ഡോണ്ട് ഗോ ബിക്കം
ബോണ്ട്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻറ്റ് പറയുകയാണ്, ബട്ട് ഇഫ് യു ക്യാൻ ഗെയിൻ യുവർ ഫ്രീഡം അവെയിൽ യുവർ സെൽഫ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റി. അവിടെ ഉണ്ടായിരുന്ന ഒരു നോർമൽ കൾച്ചറായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉടമസ്ഥന്മാർ അല്ലേ ഒരു പ്രൈസ് വെക്കും, അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോഡി ഹാം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണമുണ്ടായാൽ ഉടമസ്ഥർ വന്ന് പറയുമായിരുന്നു, ഇന്ന അടിമകൾക്ക് വേണേ സ്വാതന്ത്ര്യം ലഭിക്കാം, ഞാൻ ഇത്ര പൈസ കൊണ്ടാണ് നിന്നെ മേടിച്ചത്, ഇപ്പം ഞാൻ ഡിസ്കൗണ്ടിൽ 100 ദിനാർ തന്നാൽ അല്ലെ 1000 രൂപ തന്നാൽ നിന്നെ വിട്ടയക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ലഭിച്ചാൽ അടിമനുഖത്തിൽ കണ്ടിന്യൂ ചെയ്യരുത്. യു ട്രൈ ടു ബൈ യുവർ freedom. And then he comes to verse 23 and he repeats the same phrase that he first stated in chapter 6. Ningale vilekku. This is the second time in his text that is coming. You were bought with a price and do not become bond servants of men. രണ്ട് ഭാഷ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പൗലോസ് പറയുന്നത്. ഒന്ന്, ഈ അടിമയുടെയും ഉടമസ്ഥൻ്റെയും കാര്യം പറയുമ്പോൾ താൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻഡയറക്ട്ലി ഓൾസോ വാട്ട് ഹി ഈസ് സെയിങ്, he's saying do not become bond servants of men's traditions, unwanted doctrines, that which does not come from God. Alle, look at the reasoning that he brings. You were bought with a price. You were bought with a price എന്ന് പറയുമ്പോൾ ആ ആർഗ്യുമെന്റ് ഇവിടെ അടിമയുടെയും എക്കണോമിക് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരേണ്ട കാര്യം ഇല്ല. ടെക്നിക്കലി പൗലോസിന് അങ്ങനെ ഒരു ആവശ്യകതയെ അവിടെ ഇല്ല. So Paul is bringing a spiritual reality into it and saying, you were bought with the price. നീ പോയി മനുഷ്യൻ്റെ കർത്താവ് നിന്നെ വിലയ്ക്ക് വാങ്ങി, കർത്താവിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ കഴിയുന്ന നിന്നെ, അല്ലെങ്കിൽ നിന്റെ ചിന്താഗതികൾ, നിന്റെ ശരീരത്തെ, നിന്റെ ന്യൂ ക്രിയേഷനെ വീണ്ടും പോയി മനുഷ്യൻ്റെ പ്രവണതകളിലേക്ക്, മാനുഷികമായ തത്വങ്ങളിലേക്ക്, യവന തത്വങ്ങളിലേക്ക് നീ നിന്നെ തന്നെ താഴ്ത്തി വീണ്ടും അടിമ നിവൃത്തത്തിലേക്ക് പ്രവേശിക്കരുത്. So he's bringing a spiritual reality into it. I hope you have understood. So I'm going forward. 24-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പന ഇല്ല. ഒരു മിനിറ്റ്, 24-ാം വാക്യം. So Paul concludes that section. ഓരോരുത്തനെ ദൈവം ഏത് അവസ്ഥയിൽ വിളിച്ചോ, if you were married, your spouse's reaction to your faith, if you were a slave, if you were circumcised or uncircumcised, ദൈവം നിന്നെ വിളിച്ചപ്പോൾ നിന്റെ അവസ്ഥ ഏതായിരുന്നു? സൊസൈറ്റൽ റിലേഷൻഷിപ്പ് or marital relationship? That which the Lord allows you to continue, please do continue. 25-ാമത്തെ വാക്യം. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ ആരാ? സിംഗിൾസ് അല്ലേ, വിവാഹം കഴിക്കാത്ത കന്യക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സ്ത്രീകളെ പറ്റിയാണോ പുരുഷന്മാരെ പറ്റിയായിരിക്കുമോ? കന്യകമാരെ പറ്റി ആരാ നമ്മൾ പറയുന്നത്? പൊതുവെ സ്ത്രീകൾ. പക്ഷെ ഇവിടെ ആക്ച്വലി ഇറ്റ് മീൻസ് ബോത്ത് ജെൻഡേഴ്സ്. മനസ്സിലായോ? നമ്മുടെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ്റെ ഒരു കുഴപ്പമാണ്. ആക്ച്വലി ഇൻ ദ ഗ്രീക്ക് ലാംഗ്വേജ് ബിത്രോത്ത് എന്ന് പറഞ്ഞാൽ വെർജിൻസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബിത്രോത്ത് എന്നുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഐ എം നോട്ട്, ഇറ്റ് ലുക്സ് ലൈക്ക് they were engaged, but it is not the word. Virgins എന്ന് പറഞ്ഞാൽ both sexes, male and female, genders, which means single people who are not married, single people who are married but have later become single. അങ്ങനെയും ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. കമ്മിങ്. ഓക്കെ, 25-ാമത്തെ വാക്യം. എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. ഐ ഹാവ് നോ കമാൻഡ് ഫ്രം ദ ലോർഡ് എന്ന് മലയാളത്തിൽ ഇല്ലല്ലോ. ആദ്യത്തെ കാര്യം പൗലോസ് എന്താ പറഞ്ഞേ? ഇത് കർത്താവിന്റെ കൽപ്പനയല്ല. അല്ല, ആദ്യം താൻ എന്താ പറഞ്ഞേ? ഭാര്യമാരുടെ ഡിവോഴ്സിന്റെ കാര്യം എന്താ പറഞ്ഞേ? ഞാനല്ല, കർത്താവ് പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു? കർത്താവല്ല, ഞാനാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യവും അതേ ആർഗ്യുമെന്റ്. കർത്താവിൽ നിന്ന് ഇതിനു വേണ്ടി ഒരു ആജ്ഞാപനം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ് ഇനിയും സിംഗിൾസിനോടുള്ള കാര്യം. നേരത്തെ പറഞ്ഞ കൊരിന്ത്യൻ സഭയിലെ സാഹചര്യം എന്താണ്? ഡു യു വാണ്ട് ടു ഗെറ്റ് മാരീഡ്? ഡു യു ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരീഡ്? I will do a small exercise that we did 2 weeks ago. Jonathan, can you come? അറ്റൻഡ് ചെയ്തവർക്ക് ചിലപ്പോൾ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? അത് പോയോ? കുഴപ്പമില്ല. ഫസ്റ്റ് ഹോൾഡ് ദാറ്റ് സൈഡ്. എന്തായിരുന്നു ഇത്? എനിവൺ റിമെമ്പേഴ്സ്? ഈ ഭൂമിയിലെ ജീവിതം, ജനനം, ജീവിതം,
വിവാഹം, കുഞ്ഞുങ്ങൾ, മരണം, വിൽപത്രം എഴുതുക, അല്ലേ? ആ പരിപാടി എല്ലാം എപ്പം കൊണ്ട് തീരും? വളരെ വേഗത്തിൽ തീരും. Now you hold this. ഇനി വലിച്ചോ. ബാക്കിയുള്ളത് എന്താ? ഇറ്റേണിറ്റി എത്ര നാൾ പോവും? ഇറ്റ് കീപ്സ് ഓൺ. എത്ര വലിച്ചാലും ഇത് തീരില്ല, അല്ലേ? സോ നൗ പോൾ, ആസ് ഹി ടോക്സ് അബൌട്ട് singleness and marriage, he is striking a beautiful argument and how the Corinthian church or believers should consider the perspective of eternity when you arrive at any problem. 25-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്ന് എനിക്ക് ഇപ്പോഴത്തെ തോന്നുന്നു. കഷ്ടത നിമിത്തം എന്തായിരിക്കണം കൊരിന്ത്യ സഭയുടെ ചോദ്യം? വിവാഹം കഴിക്കണോ, വിവാഹം കഴിക്കണ്ടേ? സിംഗിളായി കുറേ എണ്ണം ഇങ്ങനെ നടപ്പുണ്ട്. അവന്മാർ ആരും കല്യാണം കഴിക്കുന്നില്ല. അത് ശരിയല്ലെന്ന് വിവാഹം കഴിച്ചവർ പഠിപ്പിച്ചിരുന്നു, അല്ലേ? ഇനിയും സിംഗിളായ ആൾക്കാർ പറഞ്ഞു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആത്മീയത മുഴുവൻ, വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതാണ് ആത്മീയതയുടെ ഉന്നത തലം എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരുന്ന കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, now he is giving the argument, do you want to get married or do you don't want to get married? സിംഗിളായി ജീവിക്കണോ, മാരീഡ് ആയിട്ട് ജീവിക്കണോ? പോൾസ് ആർഗ്യുമെന്റ്, വേഴ്സ് 26, ആർഗ്യുമെന്റ്, റീസൺ നമ്പർ 1 പറഞ്ഞു. ഒന്നുകൂടി വായിക്കാവോ ജിംബിൾച്ച? ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ ഞാൻ പറഞ്ഞതുപോലെ. പൗലോസ് ഈ ലേഖനം എഴുതുന്ന എവിടെ വെച്ചാ? കാരാഗ്രഹത്തിൽ ഇരുന്നാണോ? അല്ല. പക്ഷെ റൈറ്റ് ആഫ്റ്റർ ദിസ് എപ്പിസ്റ്റൽ he knows that he is going into persecution. And so Paul is saying the present distress, it is a continuous tense. പൗലോസ് പറയുകയാണ് ഇനിയും അനുഭവിക്കുവാൻ പോകുന്ന ഈ കാലഘട്ടത്തിൻ്റെ കഷ്ടത നിമിത്തം പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിവാഹം കഴിക്കുകയും വേണ്ട, അല്ല വിവാഹം കഴിക്കാത്തവർ കഴിക്കണ്ട, കഴിച്ചവർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോ. റീസൺ നമ്പർ 1, ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഡോണ്ട് ട്രൈ ടു ചേഞ്ച് ഷിപ്സ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അവസ്ഥ മാറ്റാനായിട്ട് ഈ പ്രാവശ്യത്തെ കഷ്ടത നിമിത്തം നിങ്ങൾ ശ്രമിക്കണ്ട. എന്തായിരുന്നു ആ കാലഘട്ടത്തെ കഷ്ടത? 3, 4, 5 വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം റോമൻ സാമ്രാജ്യത്തിൽ നീറോ ചക്രവർത്തി കടന്നു വരികയാണ്. ആക്ച്വലി നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം കൊരിന്ത്യ സഭയുടെ പെർസ്പെക്റ്റീവ് നോക്കിയാൽ AD 68, 61 ഡൊമിനീഷ്യൻ എന്ന് പറഞ്ഞൊരു ചക്രവർത്തി വന്നിട്ട് ഈ കൊരിന്ത്യ പട്ടണത്തെ മുഴുവൻ ഉന്മൂലം നാശം ചെയ്ത് അവിടുത്തെ ബിസിനസ് സാമ്രാജ്യത്തെ പുള്ളിയുടെ കൈക്കൽ കംപ്ലീറ്റ് കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി he tried to destroy the entire Corinthian infrastructure. And therefore ഇതിനും ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപാണ് നീറോ യെരുശലേമിനെ കത്തിക്കുന്നത്, റോമിനെ കത്തിക്കുന്നത്, യെരുശലേം തകർക്കുവാൻ പോകുന്നത്. ഈ പൗലോസ് എഴുതിയ ലേഖനത്തിന് 2-3 വർഷങ്ങൾക്ക് ശേഷം അപ്പോസ്തലനായ പൗലോസ്, അല്ലേ, റോമൻ കാരാഗ്രഹത്തിലേക്ക് താൻ പ്രവേശിക്കുകയാണ്. the distress of the gospel of their condition, അവരുടെ സുവിശേഷീകരണത്തിലുള്ള ബന്ധത്തിൽ അവരനുഭവിക്കുവാൻ പോകുന്ന പെർസിക്യൂഷൻ, സഭ അനുഭവിക്കുവാൻ പോകുന്ന പെർസിക്യൂഷനെ ഓർത്തുകൊണ്ട് പൗലോസ് റെസ്പെക്റ്റീവ് ടൈമിൽ താൻ കാരണം നമ്പർ 1 പറയുകയാണ്, ആർ യു ബൗണ്ട് ടു എ വൈഫ്? 27-ാം വാക്യം, നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ വേർപാട് അന്വേഷിക്കരുത്. ആ ഭാര്യയിൽ നിന്ന് വേർപാട് അന്വേഷിക്കരുത്. ഓക്കെ. നീ ഭാര്യ ഇല്ലാത്തവനോ ഭാര്യയെ അന്വേഷിക്കരുത്. ഓക്കെ. നമ്മുടെ സിംഗിളായിട്ടിരിക്കുന്ന ആമ്പിള്ളേർക്ക് ഇതൊരു ഡിസ്കറേജ്മെന്റ് ആകണ്ട, ഇതിന് വേറെ കാരണങ്ങളും കൂടെ ഉണ്ട്. പക്ഷെ വാട്ട് ഈസ് പോൾ ട്രൈങ് ടു സേ? ആർ യു ഫ്രീ ഫ്രം എ വൈഫ്? ഡു നോട്ട് സീക്ക് എ വൈഫ്. ആർ യു ബൗണ്ട് ടു എ വൈഫ്? ഡു നോട്ട് സീക്ക് ടു ബി ഫ്രീ. 28-ാമത്തെ വാക്യം, നീ വിവാഹം ചെയ്താലും ദോഷമില്ല. ഓക്കെ. അപ്പൊ പൗലോസ് എന്താ പറഞ്ഞേ? കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കണ്ടയോ? ഞാനിത് വായിച്ചപ്പോൾ ആദ്യം എൻ്റെ പൗലോസ് ഏതെങ്കിലും ഒരിടത്തുനിന്ന് ഉറച്ച് നിൽക്കുക. പക്ഷെ പൗലോസിന്റെ ആർഗ്യുമെന്റിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, യു നോ വാട്ട് ഈസ്, ലെറ്റ് മീ റീഡ് ദാറ്റ് വേഴ്സ് ഫസ്റ്റ്. There is a beautiful verse in that same okay. ഈ 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ മലയാളത്തിൽ? നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം. മതി. നിങ്ങൾ ചിന്താകുലമില്ലാത്തവര് ആയിരിക്കണം. പൗലോസ് പറയാണ്, എടാ സിംഗിളായിട്ട് നിനക്ക് ജീവിക്കണോ?
നീ ജീവിച്ചോ? ഇനി മാരീഡ് ആയിട്ട് ജീവിക്കണോ? നീ ജീവിച്ചോ? ഇനി പ്രസന്റ് ഡിസ്ട്രസ് പറഞ്ഞിട്ട് നിനക്ക് നിന്റെ കാര്യം മാറ്റാൻ താല്പര്യം, നിനക്ക് കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം, നീ കല്യാണം കഴിച്ചോ? അങ്ങനെ കല്യാണം കഴിച്ചാൽ അത് പാപമല്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം സ്ട്രോങ് ആർഗ്യുമെന്റ് ആയിരുന്നു കൊരിന്ത്യ സഭയിൽ സെലിബസിക്ക് വേണ്ടി. ആർ യു വിത്ത് മീ? എന്താ പൗലോസ്, ക്യാൻ യു റീഡ് ദാറ്റ് വേഴ്സ് അഗൈൻ ജിംബിൾച്ച? നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല. ഇഫ് യു ഡു മാരി യു ഹാവ് നോട്ട് സിൻ. അപ്പൊ സെലിബ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് കല്യാണം കഴിച്ചാൽ കൂടുതൽ പാപത്തിലേക്ക് പോകും, കൂടുതൽ ദോഷമാണ്, അതുകൊണ്ട് വിവാഹം വേണ്ട, സെലിബസിയാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ല ഇപ്പൊ പള്ളികളിലും എല്ലാം പഠിപ്പിക്കുന്നത് അല്ലേ? സെലിബസി വാസ് ദ ബെസ്റ്റ്. ആൻഡ് സോ ഹീ സേയിങ് കല്യാണം കഴിച്ചാൽ അത് പാപമല്ല. ഇഫ് എ ബിത്രോത്ത് വുമൺ മാരീസ്, ഇനി സ്ത്രീ വിവാഹം കഴിച്ചാലും ഷീ ഹാസ് നോട്ട് സിൻഡ്. എന്നിട്ട് അടുത്ത വാക്യം പൗലോസ് വീണ്ടും നമ്മളെ കൺഫ്യൂസ് ചെയ്യാണ്. പറഞ്ഞേ, എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടത ഉണ്ടാകും. ഇങ്ങനെയുള്ളവർക്ക്, അതുകൊണ്ട് വിവാഹ ജീവിതം കഴിച്ചവർക്കാണോ കഷ്ടത, കഴിക്കാത്തവർക്കാണോ കഷ്ടത? ഈ ആർഗ്യുമെന്റ് നോക്കുമ്പം വിവാഹ ജീവിതം കഴിച്ചവർക്കാണ് കഷ്ടത, അത് നമ്മളെല്ലാവരും സമ്മതിക്കും. വിവാഹ ജീവിതത്തിൽ എല്ലാവരും ചിരിക്കുന്നു. കോമൺ ആയിട്ട് വരുന്ന ഒരു കമന്റ് എന്താ? സിംഗിൾ ആയിട്ട് നടക്കുന്നവന്മാരെ കാണുമ്പോൾ ജിംബിൾ ചാൻ പറയും, നീയൊക്കെ ഇങ്ങനെ നടന്നോ, അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അല്ലേ? ഇനി സിംഗിൾ ആയിരിക്കുന്നവർ പറയും, എന്താ പറയേ, ഈ കഷ്ടത ഒന്ന് തീർന്ന് എങ്ങനെയും ഒന്ന് വിവാഹം കഴിച്ചാൽ മതി അല്ലേ? വിവാഹമാണ് ഏറ്റവും, ഗ്രാസ് ഈസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ്. സോ പോൾ ഈസ് സേയിങ് യു ഡോണ്ട് ട്രൈ ടു ചേഞ്ച് യുവർ ഷിപ്പ് വൈൽ ദ പ്രസന്റ് ഡിസ്ട്രസ് ഈസ് ഗോയിങ്. ഈ കഷ്ടത ഈ കാലഘട്ടത്തുള്ളപ്പോൾ നീ കല്യാണം കഴിക്കാനും വെപ്രാളപ്പെടണ്ട, സിംഗിളായി ജീവിക്കാനും വെപ്രാളപ്പെടണ്ട. Paul is saying there are much bigger things in stake. And so now he comes to verse 29. Can you read that again? 29. Yeah, 29. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. അപ്പൊ ആർഗ്യുമെന്റ് നമ്പർ 1 ഇപ്പോഴത്തെ കഷ്ടത. ആർഗ്യുമെന്റ് നമ്പർ 2 കാലം, ടൈം ഹാസ് ബിക്കം വെരി ഷോർട്ട്. അടുത്ത വാക്യമോ ജിംബിൾച്ച? ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തെ ഒഴിഞ്ഞു പോകുന്നുവല്ലോ. എന്തൊരു ബ്യൂട്ടിഫുൾ ആർഗ്യുമെന്റ്. പൗലോസ് പറയാ, കല്യാണം കഴിച്ചിട്ടുണ്ടോ, കല്യാണം കഴിക്കാത്തവരെ പോലെ ജീവിക്കുക. കല്യാണം കഴിച്ചിട്ടില്ലേ, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പോലെ തന്നെ ജീവിക്കുക. പൗലോസ് പറയുന്ന ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ. The world is going through a very distress. The time has become very short. So Paul is either talking about the immediate present trouble or the trouble that is going to come. Most of the people say that Paul really believed that Jesus Christ coming was very close to the time that he lived. So Paul is actively promoting the fact that the time has become very distressful. ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചത്ത് കടന്ന് വാദിക്കാൻ നിൽക്കണ്ട. ഞാൻ കൊളോക്കിയലായിട്ട് അങ്ങ് പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾ ഇങ്ങനെ കടന്ന് കല്യാണം കഴിക്കാനും സിംഗിൾസിനോട് വെപ്രാളപ്പെടുകയും വേണ്ട. ഇനി കല്യാണം കഴിക്കാതെ ജീവിക്കാൻ നിങ്ങൾ വെപ്രാളപ്പെടുകയും വേണ്ട. ലിവ് ഫോർ ദ ലോഡ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ആർഗ്യുമെന്റ്, 32ാമത്തെ വാക്യം. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം. നിങ്ങൾ ചിന്താകുലം. എന്തുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ കഷ്ടതയുണ്ടെന്ന് പൗലോസ് പറഞ്ഞത്? നിങ്ങൾ ചിന്താകുലമില്ലാത്തവർ ആയിരിക്കണം. വിവാഹ ജീവിതത്തിലാണോ കൂടുതൽ ചിന്താകുലം, അതോ സിംഗിൾനെസ്സിലാണോ കൂടുതൽ ചിന്താകുലം? സിംഗിൾസ് പറയാൻ സിംഗിൾസിലാണെന്നാണ്. തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തിലാണ്. എന്താ കാരണം? ഫാമിലി റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? പുരുഷന്മാർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. കല്യാണം കഴിച്ചാൽ ജോലിക്ക് എന്തായാലും പോയേ പറ്റൂ. വീട്ടിൽ ആഹാരം കൊടുക്കണം. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഭാര്യമാരുണ്ട്. ഭാര്യയായി കഴിഞ്ഞാൽ, സ്ത്രീകളായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം. ദൈവം തന്ന കമാൻഡാണ്, കുഞ്ഞുങ്ങളെ വളർത്തണം. അപ്പം വീട്ടിൽ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റീസ് ഈസ് ഓൾസോ ഈക്വലി ട്രബിൾസം ഫോർ us, അല്ലേ? ബിക്കോസ് വി ഹാവ് ടു പുട്ട് ഹാർഡ് വർക്ക് ടുവേർഡ്സ് ഇറ്റ്. ഇറ്റ് ഈസ് even though we are doing it for the Lord, as unto the Lord, it is not an easy task. It is very difficult. So Paul is saying, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ you become anxious. പക്ഷെ കല്യാണം കഴിക്കാത്തത് കൊണ്ടും നിങ്ങൾ ആങ്ഷ്യസ് ആയി നിങ്ങൾ സിംഗിൾനെസ് ജീവിക്കുന്നതിന് പകരം Paul is now telling a beautiful argument, verse 33 and 34. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു.
അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു. സോ നൗ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി we'll understand that Paul is trying to promote celibacy and singleness, അല്ലേ? കാരണം പോളിന്റെ ആർഗ്യുമെന്റ് അവിടെ കൊണ്ട് വായിച്ചാൽ അത് അങ്ങനെയാണ് പൗലോസിന്റെ എഴുത്ത് പോകുന്നത്, അല്ലേ? പൗലോസ് പറയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ you are going to be anxious about many things. So in this present time, when the time has grown short, please consider things of the Lord. So to the singles, he is saying, you continue to be anxious about the things of the Lord, how to be holy in body and spirit. പക്ഷേ 35ാമത്തെ വാക്യം വായിക്കുമ്പോൾ Paul is bringing a beautiful explanation on why he is saying like that. 35ാമത്തെ വാക്യം, ഞാനിത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല, ഞാൻ നിങ്ങൾക്ക് ഇതൊരു കുടുക്ക് ഇടുകയല്ല, അല്ലേ? പൗലോസ് പറയാം, ഞാൻ സിംഗിൾ ആണെന്ന് പറയാനായിട്ട് വന്നതല്ല, നിങ്ങൾ സെലിബ്രേറ്റ് ആകണമെന്നും, അല്ലേ, സിംഗിൾ ആകണമെന്നും ഞാൻ പറയുന്നില്ല. എന്താ കാരണം? സിംഗിൾ ആകണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ പൗലോസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്, and if you are not able to control your passion, go ahead and marry. So Paul is saying ഇതൊരു കുടുക്കല്ല. പക്ഷെ അടുത്ത വാക്യം, യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ട് ഇത്രയും പറയുന്നത്. അടുത്ത്, എന്നാൽ ഒരുത്തൻ തന്റെ കന്യക അല്ലല്ല, ഈ for the present form of this world is passing away വാക്യം അത് മലയാളത്തിലില്ല. ഏതാ നിങ്ങൾ? ഈ ലോകത്തിലെ ഒന്നുകൂടി ബാക്കി അജുമ്പോൾ, സോറി, ഈ ലോകത്തിലെ രൂപം ഒഴിഞ്ഞു പോകുന്നു. മൂന്നാമത്തെ കാരണം, why the present distress, the appointed time has grown very short. I want you to be free from anxieties. Why? ഈ ലോകം, ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ, സിംഗിൾ ആകാനും വിവാഹം കഴിക്കാനും വെപ്രാളപ്പെടണ്ട. ദിസ് വേൾഡ് ഈസ് പാസിങ് അവേ. യഹൂദന്മാർ കർത്താവിനോട് വന്ന് പരീശന്മാർ ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? ഒരാൾ മരിച്ചു, ചേട്ടൻ മരിച്ചു, ചേട്ടൻ മരിച്ചു, അനിയൻ വിവാഹം കഴിച്ചു, അനിയൻ മരിച്ചു, അല്ലേ, അടുത്ത അനിയൻ മരിച്ചു. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആരുടെ ഭാര്യയായിട്ട് ഇത് ചെയ്യും? കർത്താവിൻ്റെ മറുപടി, അല്ലേ, സ്വർഗത്തിൽ ചെന്നാൽ വിവാഹ ജീവിതത്തിന്റെ കോൺസെപ്റ്റേ ഇല്ല. ഇറ്റ് ഇസ് ഓൺലി ബിറ്റ്വീൻ ദ ബ്രൈഡ് ആൻഡ് ദ between the lamb and the church. So the Lord is saying, this current form of this world, ഈ ഷോർട്ട് ടൈം, ഈ പ്രസന്റ് ഡിസ്ട്രെസ്, ഇതിങ്ങനെ ഒഴിഞ്ഞു പോകും. നീ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, ഈ ഭൂമിയിൽ നമ്മൾ വാദിക്കുന്ന പല കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങൾക്കും പെർസ്പെക്റ്റീവ് ഡിഫറൻസ് ഉണ്ടാകും. And look at what he is saying. I want ചാബല്യം കൂടാതെ, അല്ലേ? വായിക്കാം ഒന്നുകൂടി ജിമ്പിൾച്ച. 35. ഞാനിത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല, യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ട് എത്രേ പറയുന്നത്. ചാബല്യം കൂടാതെ, undivided, to secure your undivided devotion to the Lord. You are single, give your undivided devotion to the Lord. You are married, do it unto the Lord and secure your undivided attention to the Lord, because this world is passing by. Parents, husbands and wives, are you so consumed about pleasing your husband and wife? Please the Lord more than you please your. When you please the Lord, you will please your, So the argument is not that you shouldn't take care of your married life. Alle, don't think that, ചിലരുണ്ട് അല്ലെ സഭാകാര്യം മാത്രം നോക്കി, അല്ലേ, കുടുംബകാര്യം ഡിസ്റിഗാർഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയും പറ്റില്ല. Paul is not bringing that argument. Paul is saying your undivided attention, നിന്റെ ഫോക്കസ്, നിന്റെ കമ്മിറ്റ്മെന്റ്, നിന്റെ പാഷൻ, നിന്റെ ആ ഡ്രൈവ്, അത് സഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, കർത്താവിൻ്റെ ഡിസയേഴ്സിന് വേണ്ടി, കർത്താവിൻ്റെ ലക്ഷ്യത്തിലേക്ക്, നിത്യതയ്ക്ക് വേണ്ടി നീ എങ്ങനെ പെരുമാറുന്നോ, നീ എങ്ങനെ ഒരുങ്ങുന്നോ, that will impact on how God is going to count you and how you viewed worldly things.
ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് വഴക്ക് കേൾക്കുന്നത് വീട്ടിൽ എന്തിനാ? സഭയിൽ പോകാത്തതിനാണോ സ്കൂൾ പഠിക്കാത്തതിനാണോ? പഠിക്കാത്തതിന് ആണ് അല്ലേ? വാക്യം പഠിക്കാത്തതിന് നമ്മൾ വഴക്ക് പറയുമോ? എപ്പോഴേലും ഒന്നും പറഞ്ഞാൽ ഐ യു ഗെറ്റിംഗ് വാട്ട് ഐ എം ട്രൈങ് ടു സേ? ഇറ്റേണൽ പെർസ്പെക്റ്റീവ് എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് വഴക്ക് പറയണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതുണ്ട്. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുകയും പഠിക്കാത്ത പിള്ളേരെ വഴക്ക് പറയേണ്ടെന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ബ്രിങ് ദ പെർസ്പെക്റ്റീവ്. ഇറ്റേണൽ പെർസ്പെക്റ്റീവ് വിൽ ചേഞ്ച് ഹൗ യു വ്യൂ തിങ്സ് ഓഫ് ദിസ് വേൾഡ്. 5-ാമത്തെ അധ്യായത്തിൽ സെക്ഷുവൽ ഇമ്മോറാലിറ്റിയെ പറ്റി പൗലോസ് പറയുമ്പോൾ എന്താ പറയുന്നത്? നിന്റെ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്യുന്നതിന് നീ കണക്ക് കൊടുക്കേണ്ടി വരും. സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ വീണ്ടും പൗലോസ് കൊണ്ടുവരുന്ന ആർഗ്യുമെന്റ് എന്താ? എടാ, നീ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, നീ ഭക്തന്മാരോട് കൂടെ ലോകത്തെ വിധിക്കുവാൻ പോകുമ്പോൾ, നീ ദൂതന്മാരെ വിധിക്കുവാൻ നിത്യതയിൽ പോകുമ്പോൾ, ഈ ഭൂമിയിലെ പെറ്റി കേസ് 100 രൂപയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കുന്നത് എന്തിന്? ഈസ് അഗൈൻ ബ്രിങ്ങിങ് ദാറ്റ് ഇറ്റേണൽ പെർസ്പെക്റ്റീവ്. സെക്ഷൽ ഇമ്മോറാലിറ്റിയെ പറ്റി 6-ാമത്തെ അധ്യായം അവസാന ഭാഗം. ഇഫ് യു ഡു സെക്ഷൽ ഇമ്മോറാലിറ്റി വിത്ത് യുവർ ബോഡി, പോൾ ഈസ് സേയിങ് നിന്റെ ശരീരം, അല്ലെ, യവനന്മാർ എന്താ പഠിപ്പിച്ചത്? ശരീരം വേറെ ആത്മാവ് വേറെ. ആത്മാവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം കൊണ്ട് എന്തും ചെയ്യാം. പൗലോസ് പറഞ്ഞു അങ്ങനെയല്ല. നിന്റെ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ദൈവം നിന്റെ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് നിന്റെ ശരീരം കൊണ്ട് നീ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നിത്യതയുടെ അളവിൽ ദൈവം നിനക്ക് മാർക്കിടും. അതുകൊണ്ട് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ഇറ്റേണിറ്റി, ട്രീറ്റ് ദ വേ ഗോഡ് വാണ്ട്സ് യു ടു ട്രീറ്റ് യുവർ ബോഡി. വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് എന്താ പറയുന്നത്? God will take an account. ഇത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള മർമ്മമാണ്. So God is going to take an account of how well you displayed the gospel. God is going to take an account on the light of eternity. വിവാഹം കഴിക്കണോ? സിംഗിൾ ആയിട്ട് കഴിയണോ? ഈ ഭൂമി, this is passing by. Live with the perspective of eternity. നിത്യതയുടെ അളവുകോൽ കൊണ്ട്, നിത്യതയുടെ സ്പെക്സ് കൊണ്ട് നാം ചെയ്യുന്നതെല്ലാം നാം ഒന്ന് റീവിസിറ്റ് ചെയ്താൽ, I'm telling you, our time, what we spend for what we spend will completely change the table. ഇല്ലേ? നിത്യതയ്ക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നെങ്കിൽ രാവിലെ വേദോസ്തവം വായിച്ച് ധ്യാനിച്ച് പോവാതിരിക്കുമോ? നിത്യതയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നെങ്കിൽ ഇനി എത്ര ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ സഭയെ വരാതിരിക്കുമോ? ഞാൻ ചെറിയൊരു എക്സാമ്പിൾസ് എടുക്കുക. നിത്യതയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ കാണുമ്പോൾ സഭയോടുള്ള, കർത്താവിനോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണോ കൂടുതൽ കാണുന്നത്? അതോ ഭൂമിയിൽ പണം ഉണ്ടാക്കാനുള്ള എൻ്റെ തത്രപ്പാടാണോ കൂടുതൽ കാണുന്നത്? Are you with me? What does my children look at me and take from? What is my brothers in my church? എന്നെ പറ്റി സഭയിൽ ഒരു സഹോദരൻ നോക്കിയാൽ ഇവൻ ഈ ഭൂമിക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? നിത്യതയ്ക്ക് വേണ്ടിയാണോ? Dear brothers and sisters, if eternity hits your morning every day, R.C. Sproul പറഞ്ഞൊരു കാര്യമുണ്ട്, live your day as if you have entered into eternity. നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുക. ഓക്കെ, മൂവിങ് ഫോർവേഡ്. 36-ാം വാക്യം അവസാനിപ്പിക്കട്ടെ. 36-ാമത്തെ വാക്യം. എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യം എന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അവൻ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ. അത് മുഴുവൻ വായിച്ചാ 38 വരെ വായിച്ചു. എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചുകൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന്. അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. എന്തായിരിക്കും ഇവിടുത്തെ പ്രശ്നം? വിവാഹം ഏത് ടൈപ്പ് ഓഫ് വിവാഹമാ കൊരിന്ത്യസ് പട്ടണത്തിൽ നടന്നുകൊണ്ടിരുന്നത്? അപ്പന്മാര് അല്ലെങ്കിൽ കുടുംബങ്ങൾ വിവാഹം കഴിപ്പിച്ചുകൊണ്ട് പോയ പ്രവണത. ഡു യു റിമെമ്പർ? ഫാദേഴ്സ് വിൽ ബിത്രോത്ത് their daughters. അല്ലേ? വീട്ടുകാർ തീരുമാനിക്കുന്ന വിവാഹ ജീവിതങ്ങൾ. സോ പൗലോസ് ഈസ് ടോക്കിംഗ് ടു ദോസ് ഫാദേഴ്സ്, ടു ദോസ് ഫാമിലീസ്. If anyone thinks that he is not behaving properly towards his betrothed, ഇത് പല രണ്ട് തരത്തിലുള്ള ആർഗ്യുമെന്റ് ഉണ്ട്. That this passage is talking about fathers and their sons or virgin sons or virgin daughters. It is also, some people argue that it is talking about an engaged and between two engaged parties, husband and to be married husband and wife. But the argument does not go that way. In almost all most of the commentators go with the father and children argument. So 36-ാമത്തെ വാക്യത്തിൽ Paul is saying that there is a possibility that in the Corinthian church there were parents who decided that they will not get their children
married. കാരണം കൊരിന്ത്യ സഭയിൽ, കൊരിന്ത്യ പട്ടണത്തിൽ സെക്ഷുവൽ കൾച്ചർ വാസ് വെരി റാംപൻറ്റ്. അല്ലേ? സഭയിൽ തന്നെ സെക്ഷുവൽ കൾച്ചർ was very rampant. So it was natural for parents who were saved to be very concerned if they would have a clean married life. ഇല്ലേ? ഇപ്പം നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അപ്പന്മാരും അമ്മമാരും ദീർഘശ്വാസം വിളിച്ചിട്ട് പറയും, ഓ എന്തൊക്കെയായി തീരുമോ എന്നല്ലേ, എന്തൊക്കെയായി തീരുമോ എന്നുള്ളൊരു ഭയം നമുക്ക് എപ്പോഴും നമ്മളെ ഭരിക്കുന്ന ഒരു വസ്തുതയാണ്. ഇതിനേക്കാൾ ഭയാനകമായിരുന്നു ആ കാലഘട്ടത്തെ അവസ്ഥ. കൊരിന്ത്യ പട്ടണം വാസ് ദ റാംപന്റ് ഓഫ് സെക്ഷൽ. നമ്മൾ നേരത്തെ വളരെ വിശദമായിട്ട് സംസാരിച്ചാണ്. സോ ദർ ഇസ് എ പോസിബിലിറ്റി that parents will not let their children be married. പിന്നെ ഒരു പ്രവണതയുണ്ട്, അത് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളിവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? നമ്മളങ്ങ് എന്തോ അതിന് പറയുന്നത് മലയാളത്തിൽ? ജനിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ പേരൻസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, കർത്താവിന് വേണ്ടി നമ്മളങ്ങ് സമർപ്പിക്കുന്നത്. വേറൊരു വാക്കുണ്ട്, പ്രതിഷ്ഠിക്കും. കർത്താവിന് വേണ്ടി അങ്ങ് പ്രതിഷ്ഠിക്കും. അപ്പം ചില പേരൻസ് എന്ത് ചെയ്യുമായിരുന്നു ഇൻ ദ ചർച്ച്? ദേ വുഡ് സേ, ഇവൻ കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ളതാ, ഇവൻ ഇനി വിവാഹം കഴിക്കാനുള്ളവനല്ല. ഇവനോട് പറയും, എടാ നീ ഇനി കല്യാണം കഴിക്കണ്ട, നീ കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ളതാ, സുവിശേഷ വേലയും ബൈബിളുമായിട്ട് നടന്നോണം എന്ന് പറയുന്ന ഒരു പ്രവണതയും അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് സോ പോൾ ഈസ് ടോക്കിംഗ് ടു ദോസ് പേരൻസ് ദാറ്റ് ഹാഡ് ദിസ് നേച്ചർ. ലുക്ക് അറ്റ് മലയാളത്തിൽ ഒന്നും ഇനി ഈ പെർസ്പെക്റ്റീവോട് ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ ജിംപിൾ ചാ. 36. അതെ. എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ, തൻ്റെ കന്യകയ്ക്ക് പറയാം. ഈ പേരൻസിന്റെ കൊച്ചുങ്ങൾ എന്തായി തീരണമെന്നുള്ള ആഗ്രഹം എപ്പോൾ തുടങ്ങും? കൊച്ചുണ്ടായി അല്ലെങ്കിൽ വയറ്റിലുണ്ടായെന്ന് അറിഞ്ഞപ്പം മുതൽ അല്ലേ, ഓരോ അപ്പനും അമ്മയ്ക്കും ഓരോ ആഗ്രഹങ്ങളാണ്. ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, സുവിശേഷകനാക്കണം, മിഷണറി ആക്കണം, എന്തെല്ലാം ആഗ്രഹങ്ങളല്ലേ. എനിക്കും ഉണ്ട് ആഗ്രഹങ്ങൾ. 15-14 വയസ്സാകുമ്പോൾ നമ്മൾ ആഗ്രഹം അല്ലേ, 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് സയൻസ് വേണം, കൊമേഴ്സ് വേണം, നമ്മൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും. പൗലോസ് പറയുന്നത് എന്താ? ചെറുപ്പത്തിൽ നിങ്ങൾ തീരുമാനിച്ചോ ഇവൻ കല്യാണം കഴിക്കണ്ട, ഇവള് കല്യാണം കഴിക്കണ്ട. ഒന്നുകൂടെ വായിച്ച വാക്യം. എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ, തൻ്റെ കന്യകയ്ക്ക് എന്ത് പ്രായം കടന്നാൽ? സെക്ഷുവൽ മെച്യൂരിറ്റി കിടന്നാൽ, അത് ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് താൻ ചെയ്യുന്നത് അയോഗ്യം എന്ന് നിരൂപിക്കുന്നു എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഇംഗ്ലീഷ് കുറച്ചുകൂടെ, ഇഫ് ഹിസ് പാഷൻസ് ആർ സ്ട്രോങ്, അല്ലേ? സെക്ഷുവൽ മെച്യൂരിറ്റി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് വിവാഹപ്രായം, നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ കൊളോക്കിയലായിട്ട് പറയാം, വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കണമെന്നാണ് കുഞ്ഞുങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഞാൻ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, അവർ വിവാഹം കഴിക്കട്ടെ. ഡു നോട്ട് ബിഹേവ് improperly towards your virgin children. Let him do as he wishes. Let them marry. It is no sin. ഇത് പാപമായിരുന്നു എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഓക്കെ, അത് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. 37ാമത്തെ വാക്യം. എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുമുള്ളവനുമായ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചുകൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന്. ഒന്ന് പറയുകയാണ്, ഞാൻ നിന്നെ നോക്കിക്കോളാം ജീവിതകാലം മുഴുവൻ, അല്ല നിന്റെ ചെലവ് നോക്കിക്കോളാം, എല്ലാം നോക്കിക്കോളാം. ആൻഡ് ഇഫ് ദാറ്റ് ചൈൽഡ് ഈസ് ഏബിൾ ടു കൺട്രോൾ ദ പാഷൻസ്, then what he is saying is you don't get her married. അതിനും കുഴപ്പം ഇല്ല. പിന്നെ Paul is not trying to give a hard and fast rule to any of the scenarios above. The only hard and fast rule that he talks, ഒരു ജനറൽ കമാൻഡ് കർത്താവിൽ നിന്ന് പ്രാപിച്ച കമാൻഡാണ് ഡിവോഴ്സിലേക്ക് താൻ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ബാക്കി ഒരിടത്തും ഇഫ് യു ലുക്ക് അറ്റ് ദി ആർഗ്യുമെന്റ്, Paul is not trying to give a hard and fast rule. 38ാമത്തെ വാക്യം. അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്. ഓക്കെ, പാഷൻ ഉള്ള ഒരു കുട്ടിയെ വിവാഹം കഴിപ്പിച്ചാൽ നന്ന്. ഓക്കെ, അടുത്തത്. വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നല്ലത്. ഇഫ് ദേ ആർ ഏബിൾ ടു കൺട്രോൾ ആൻഡ് ഇഫ് ദേ ഹാവ് എ ഗിഫ്റ്റ് പ്ലസ് ദേ ഹാവ് അൺസെക്യൂർഡ് ഡിവോഷൻ ടു ദ ലോർഡ്, ലെറ്റ് ദം നോട്ട് മാരി. 39-40. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. 39ാമത്തെ വാക്യത്തിൽ വിവാഹമോചനത്തിന്റെ അടുത്ത ഉത്തരമാണ്. വിവാഹമോചനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, വിവാഹം നിന്റെ ഓപ്പോസിറ്റ് സ്പൗസ് ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ, യു കനോട്ട് മാരി അനദർ പേഴ്സൺ. ബട്ട് ഇഫ് ദാറ്റ് ഹസ്ബൻഡ് ഡൈസ്, ഷീ ഈസ് ഫ്രീ ടു ബി മാരീഡ് ടു ഹും ഷീ വിഷസ്. എന്തായിരുന്നു കാരണം? കാരണം ആ കാലഘട്ടത്തിൽ 15-16 വയസ്സ് കഴിയുമ്പോഴേ മിലിറ്ററിയിൽ പോകും, അല്ലേ? അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹ ജീവിതം നടക്കുമായിരുന്നു, വിവാഹ ബന്ധങ്ങളിലേക്ക് അവർ ഏർപ്പെടുമായിരുന്നു. സോ വാട്ട് യൂസ് ടു ഹാപ്പൻ ഇസ് മോസ്റ്റ് ഓഫ് ദ ടൈം
either due to health issue or due to war or due to multiple other circumstances, the mortality rate of people at those ages were very high. So therefore some people will die young, some widows will be younger widows, some widows will be mid-level or older widows. So Paul was saying, if you want to remarry, if your spouse is still alive, don't marry. എൻ്റെ ചോദ്യം, രക്ഷിക്കപ്പെടാത്ത സ്പൗസ് ഉണ്ട്, വിവാഹമോചനം ലഭിച്ചു, കാരണം ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, ബിക്കോസ് ഓഫ് ഫെയ്ത്ത്, ആ സ്പൗസിന് വീണ്ടും വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടോ? കാരണം എന്താ? Your spouse is still alive. So what Paul is trying to say is, for the sake of the church and for the sake of the gospel, Paul is again bringing the divorce, the rigidity or the framework that God has established in the Garden of Eden. And 40ാമത്തെ വാക്യം, എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്നെന്റെ അഭിപ്രായം. അല്ലേ, അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ, വിവാഹം കഴിക്കാതെ അദ്ദേഹത്തിന് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയുന്ന ഒരു വിധവയാണെങ്കിൽ, if she can continue, she can secure her undivided attention to the Lord, she is much better than where she could be if she got married. അവസാനത്തെ വാക്യം, ദൈവാത്മാവ് എനിക്കും ഉണ്ട് എന്ന് തോന്നുന്നു. ദൈവാത്മാവ്, അത് മലയാളത്തിൽ I think I too have the Spirit of God. പൗലോസ് ഈ പറഞ്ഞ ആർഗ്യുമെന്റിലെല്ലാം കർത്താവിൽ നിന്ന് പ്രാപിച്ച ആർഗ്യുമെന്റ് ഒഴിച്ച് ബാക്കി എല്ലാ ആർഗ്യുമെന്റും താൻ തൻ്റെ അപ്പോസ്തലിക ആധികാരികത ഉപയോഗിച്ചാണ് താൻ ആ സഭയ്ക്ക് കേസ് ബൈ കേസ് ഉത്തരം നൽകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ സഭകൾക്ക് തരുന്ന നിയമം ഒഴിച്ച് ബാക്കി എല്ലാ കേസുകളിലും ഇറ്റ് ഈസ് എ റെസ്പെക്റ്റീവ് കേസ്. ഇത് കേസ് ബൈ കേസ് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളായിട്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെ തീരുമാനിക്കണമെങ്കിലുള്ള കണ്ടീഷനും പൗലോസ് വളരെ മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ആർഗ്യുമെന്റിന്റെ സത്ത് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ലൈഫ് ഓഫ് ഇറ്റേണിറ്റി. നിത്യതയിൽ ചോദ്യം രാഴ്ച ചോദിച്ചോ. ഈ 14ാം വാക്യത്തിന്റെ അവസാനം പറയുന്ന അവർ വിശുദ്ധരാകുന്നു എന്ന് പറയുന്നില്ലേ? ശരിക്കും അവർ വിശുദ്ധരാണോ? മീൻസ് അല്ലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു മാരിറ്റൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ അവർ ഭവനത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവിശ്വാസികളുമായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അശുദ്ധരാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. സോ ഡോണ്ട് ഹാവ് സെക്ഷൽ റിലേഷൻഷിപ്പ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിശ്വാസിയോടെ ഞാൻ ജീവിക്കുന്നുണ്ട് ഒരുമിച്ച്, പക്ഷെ ഐ എം നോട്ട് വില്ലിംഗ് ടു ഹാവ് എനി സെക്ഷൽ റിലേഷൻഷിപ്പ് ബിക്കോസ് ഐ ബിലീവ് ഓർ സംബഡി ഹസ് ടോട്ട് മീ ദാറ്റ് ഇതിലൂടെ ഉണ്ടാകുന്ന ഈ വെഡ്ലോക്കിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അശുദ്ധരാണ്, അത് ഉണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പൗലോസ് പറയുകയാണ്, they are maritally sanctified people, maritally sanctified children. So you can have sexual relationship even with your unbelieving husband because you were called in that state when you were called into faith. ശരിക്കും രക്ഷിക്കപ്പെട്ടവര് അല്ലേ വിശുദ്ധരായിട്ട് അപ്പോൾ അല്ല, അവിടെ ആ വാക്ക് ഇറ്റ് ഇസ് നോട്ട് ഇറ്റേണൽ സാങ്ക്ടിഫിക്കേഷൻ, അതൊരു പൊസിഷണൽ ആയിട്ട് അവർ മാരിറ്റൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് അസ്യൂം നമ്മുടെ സഭയിലോട്ട് ഒരു അവിശ്വാസി കടന്നു വന്നു ആൻഡ് ഈസ് കണ്ടിന്യൂയിങ് വിത്ത് us for 6 months. He will enjoy the blessings that the holy people are enjoying along with us. അല്ലേ? നോട്ട് ഇൻ ദ ഫുൾ സെൻസ്. അല്ലേ? നമ്മൾ അനുഭവിക്കുന്ന ശാന്തത, നമ്മൾ പാട്ട് പാടുമ്പോഴുള്ള ശാന്തത, നമ്മുടെ ക്ലാരിറ്റി, അതിൻ്റെ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ ആർക്ക് കിട്ടും? എൻ്റെ കൂടെ വന്നിരിക്കുന്നവർക്കും ലഭിക്കും. പൗലോസ് പറയാണ്, നിന്റെ വീട്ടിൽ വിശ്വാസിയായ ഒരു സ്പൗസ്, മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസ ജീവിതം കൊണ്ട് ആ ഭവനത്തിൽ ഒരു ശാന്തതയും ഒരു കൃപയും അല്ലെങ്കിൽ ഒരു വിശുദ്ധിയുടെ ഒരു ആത്മാവും ഒരു സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ് അവിടെ നടക്കും. അതിൻ്റെ അർത്ഥം അവർ രക്ഷിക്കപ്പെട്ടു എന്നോ അവർ സ്വർഗത്തിൽ പോകുന്നതിൻ്റെ അടിസ്ഥാനമേ അല്ല. അല്ല, ഇത് മക്കളെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? ഈ അല്ല, ഭർത്താവിനെ പറ്റിയും പറയുന്നുണ്ട് അതിന് മുമ്പ് 14ാമത്തെ വാക്യത്തിൽ. ഈ 14ന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന വിശുദ്ധർ എന്ന് പറയുന്നത് അവർക്കുണ്ടാകുന്ന മക്കളെ കുറിച്ചല്ലേ? അല്ല, അതിന് മുമ്പും പറയുന്നുണ്ട്. 14ാമത്തെ വാക്യം, ദി അൺബിലീവിംഗ് വൈഫ് ഈസ് മെയ്ഡ് ഹോളി ബിക്കോസ് ഓഫ് ഹർ ഹസ്ബൻഡ്. രണ്ട് കൂട്ടരും പറയുന്നുണ്ട്. അതായത് വിശ്വാസിയുടെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു മാരിറ്റൽ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ട്. രസകരമെന്ന് പറഞ്ഞാൽ വിശ്വാസികളോട് ജീവിച്ചാൽ ഇത് കിട്ടാത്തവരും ഉണ്ട്. പക്ഷെ വാട്ട് പോൾ ഇസ് ട്രൈങ് ടു സേ ഇസ് uncleanliness or unholiness will not affect the holy രക്ഷിക്കപ്പെട്ട വിശ്വാസി. And so his purity, his life will affect
ദ സറൗണ്ടിങ് ദി എൻവയൺമെന്റ് ഓഫ് ദ ഹൗസ്. അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവർ അശുദ്ധരല്ല, അവരുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു തത്വത്തിലേക്കാണ് പൗലോസ് ഈ വിഷയം സംസാരിക്കുന്നത്. അതുപോലെ 5-ാം വാക്യത്തിന്റെ ആ പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ Correct. വേർപെട്ടിരിക്കരുത്. അതെ. അത് ഏത് പ്രാർത്ഥന ഉദ്ദേശിക്കുന്നത്? ഏത് പ്രാർത്ഥന? ആത്മീയമായി മറ്റേ നമ്മൾ ഡെയിലി വീട്ടിൽ പ്രാർത്ഥനയുടെ കാര്യമല്ല പറയുന്നത്. സെക്ഷുവൽ അവിടെ വളരെ ക്ലിയർ ആണ്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഭാര്യയോ ഭർത്താവോ എൻ്റെ ഓപ്പോസിറ്റ് സ്പൗസിൻ്റെ സെക്ഷുവൽ ഡിസൈസിനെതിരെ ഞാൻ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കാനായിട്ട് ഏതെങ്കിലും ഒരു ലിമിറ്റേഷൻ പൗലോസ് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ വളരെ പെർസിക്യൂഷൻ നടന്നു. ആൻഡ് ദ ഹസ്ബൻഡ്, ഫോർ എക്സാമ്പിൾ, ദ ഹസ്ബൻഡ് ഡിസൈഡ്സ് ദാറ്റ് ഐ വോണ്ട് ടു ഫാസ്റ്റ് ഫോർ 10 days അല്ലെങ്കിൽ 5 ദിവസം എനിക്ക് മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ഐ ഡോണ്ട് വോണ്ട് എനി സ്ട്രെസ്. കുഞ്ഞുങ്ങളുടെ സ്ട്രെസ് വേണ്ട, ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എനിക്ക് കഴിയില്ല. ഐ വോണ്ട് ടു കംപ്ലീറ്റ്ലി ഡിവോട്ട് മൈസെൽഫ് ടു ദ ലോർഡ്. അങ്ങനെയുള്ള പീരീഡിലേക്ക് ഭാര്യ വന്ന് സെക്ഷൽ റിലേഷൻഷിപ്പ് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഒരുമിച്ച് മ്യൂച്വലി കൺസെന്റ് കൊണ്ട് നിങ്ങൾക്ക് വേർപിരിഞ്ഞിരിക്കാം. അതല്ലാതെ ആത്മീയമായ തീക്ഷ്ണതയുള്ള ഒരു കാര്യത്തിനല്ലാതെ ബാക്കി ഒരു കാര്യത്തിനും ഭാര്യ ഭർത്താവിനോടുള്ള ശരീരത്തിൻ്റെ ആവശ്യവും ഭർത്താവിൻ്റെ ഭാര്യയുടെ ശാരീരിക ആവശ്യങ്ങളും ഭർത്താവ് ഫുൾഫിൽ ചെയ്യാതെ ഇരിക്കരുത്. ക്ലിയർ ആണോ? ആ Just to support your സപ്പോർട്ട് argument. ചെയ്യുന്ന ആർഗ്യുമെന്റ് എല്ലാം പറഞ്ഞു. No, actually, അന്നത്തെ കാലഘട്ടത്ത് ഇഫ് എനി വൺ ഓഫ് ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാണെങ്കിൽ നോ ദ ചൈൽഡ്, ഇന്നത്തെ കാലത്ത് ചീത്ത വാക്കാണ്, പക്ഷെ ഐ എം ടെലിംഗ് യു ദ ചൈൽഡ് ഇസ് കോൾഡ് ആസ് എ ബാസ്റ്റർഡ്. You know, that's the word that is literally Correct, being correct. used, which means the person is defiled, the child is defiled of this unholy communion എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇറ്റ് എഫക്ട്സ് ദം സ്പിരിച്വലി, സൊസൈറ്റിയലി, ഈവൻ അറ്റ് ദ ഫാമിലി ലെവൽ. അപ്പം അതിനെയാണ് Paul is trying to, put forth to say that child is not considered a bastard. അത് വെഡ്ലോക്കിൽ നിന്നുണ്ടായ കുഞ്ഞാണ്, Yes. ലീഗലി ഒരു കുഞ്ഞല്ല എന്ന് അവർ പഠിപ്പിച്ചു. ജാരസന്തതിയായിട്ട് Yes. അവർ ആ കുഞ്ഞിനെ കരുതി, മാരീഡ് ആണെങ്കിൽ പോലും. Yeah. താങ്ക് യു അജുച്ച. എനിത്തിങ് എൽസ്? ശബത്തുണ്ടായിരുന്നു. അതല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, നമുക്ക് ശബത്തിപ്പ് ഇല്ലല്ലോ. അല്ലല്ല ഞാൻ ചോദിക്കുന്നത്. അതോ ഇനി ഏത് പ്രാർത്ഥനയ്ക്കും മീൻസ് അങ്ങനെ അല്ല അങ്ങനെ ഒരു ആർഗ്യുമെന്റ് എടുക്കണ്ട. അത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് എ 15-minute രായിച്ച. ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് a short time of 15 minutes or 30 minutes or 24 hours. It is talking about a specifically divided, ordained time for something that you want to pray for the Lord. ആ സമയം അല്ലാതെ what Paul is essentially, പൗലോസിന്റെ അവിടുത്തെ ആർഗ്യുമെന്റ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. പൗലോസ് പറയുന്നത് എൻ്റെ ശരീരം എൻ്റെ ഉടമസ്ഥ അവകാശത്തിലുള്ളതല്ല, ഭർത്താവിൻ്റെ ശരീരം ഭാര്യയ്ക്കുള്ളതാണ്. ഭാര്യയുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ എൻ്റെ ശരീരം അവൈലബിൾ ആയിരിക്കണം. സിമിലർലി വൈസ് വേഴ്സ. അങ്ങനെ എനിക്ക് ശാരീരിക ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വൈഫ് അനുവദിക്കാതിരിക്കാൻ ഒരു പ്രൊവിഷനെ നൽകിയിട്ടുള്ളൂ, സ്പിരിച്വൽ ഡിവോഷൻ ഫോർ എ സർട്ടൻ ടൈം എന്നും പറഞ്ഞ് 3 മാസം കയറിയിരിക്കാൻ, അല്ലെങ്കിൽ 6 മാസം കയറിയിരിക്കാൻ, അല്ലെങ്കിൽ 1 വർഷം കയറി, അതല്ല ഞാൻ പറയാൻ മനസ്സിലായോ. ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ടൈം ഡ്യൂറേഷൻ, ഈസ് ടോക്കിംഗ് അബൌട്ട് ദ പേർപ്പസ് ഫോർ വൈ യു വാണ്ട് ടു ഡു ഇറ്റ്. He's talking about the intent of why you want to do it. If your intent is to devoid your wife of your body, he's like, no, you cannot do that. Are you with me? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മുങ്ങാൻ വേണ്ടിയാണ് എൻ്റെ പ്ലാൻ എങ്കിൽ, ഞാൻ എൻ്റെ കൊളോക്കിയൽ ഭാഷയിൽ അങ്ങ് പറയോട്ടോ, മുങ്ങാനാണ് പ്ലാൻ എങ്കിൽ പൗലോസ് അത് അനുവദിക്കുന്നില്ല. The intent of the heart is absolutely clear. ഓക്കെ ആണോ? എന്തോ ഇറ്റ് ഈസ് ബൈ എഗ്രിമെന്റ്, രണ്ടുപേരും എഗ്രി ചെയ്യണം ദാറ്റ് അവൈലബിൾ അല്ല എന്നുള്ളത്. ബട്ട് പോൾസ് പറഞ്ഞോ ജീമജ, രണ്ടുപേരും എഗ്രി ചെയ്യണം. ഇറ്റ് ഹാസ് ടു ബി അഗ്രീഡ് ബൈ ബോത്ത്. ഇറ്റ്സ് എൻ എഗ്രിമെന്റ് ബൈ ബോത്ത്. രണ്ടുപേരും എഗ്രി ചെയ്യണം. അപ്പൊ എന്നാലല്ലേ ഇന്റൻഷൻ മനസ്സിലാവുള്ളൂ.
പക്ഷെ പൗലോസിന്റെ ആ ബ്യൂട്ടിഫുൾ ആർഗ്യുമെന്റ് ഞാൻ വീണ്ടും പറയാം, കൊരിന്ത്യ സഭയിൽ ഇപ്പം നമ്മുടെ കൾച്ചറിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇസ് കൺസിഡേർഡ് എ ഡിഫറെന്റ് ടാൻജന്റ് അല്ലേ. വി ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. It was similar in the Corinthian church also. Some people did not talk about it. Some people were very rampant with it. So Paul is trying to tell how good is sexual desire and how husbands and wives should fulfill with each other. And so yeah, that's the argument. സിംഗിൾസിന് ചോദ്യം വല്ലതും ഉണ്ടോ? നിങ്ങളുടെ ഒരു കാര്യം സിംഗിൾസിനോട് കൂടെ പറയട്ടെ. When you are in your singlehood, I wish someone told me this a little earlier. ഈ അധ്യായം കുറച്ചുകൂടെ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. സിംഗിൾനെസ്സിൽ നമുക്ക് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ഒന്നുമില്ല അല്ലേ. പണ്ട് പറയുന്ന പോലെ എവിടെ കഴിക്കാൻ പോകണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട, അപ്പം അങ്ങ് ഇറങ്ങിയാൽ മതി അല്ലേ. ഇപ്പോൾ കഴിക്കാൻ പോകണമെങ്കിൽ മാരീഡായ കുഞ്ഞുങ്ങൾ വേണം അല്ലെ, 2 കുഞ്ഞുങ്ങൾ, അവർക്ക് ഇഷ്ടം. So you have a lot of concerns related to marriage. When you are single, you are allowed to do much more for the Lord. You are more free. And so your singleness, നിങ്ങൾ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ബേൺ വിത്ത് പാഷന് പകരം നിങ്ങൾ അൺസെക്യൂർഡ് ഡിവോഷൻ ടു ദ ലോർഡ്. ദൈവം നിങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന നാൾ വരെ നിങ്ങളുടെ സിംഗിൾനെസ്സിനെ ഒരു ശാപമായി കരുതാതെ, നിങ്ങളുടെ സിംഗിൾനെസ്സിനെ അനുഗ്രഹമായിട്ട് കരുതി കർത്താവിന് വേണ്ടി ചെയ്യാവുന്നിടത്തോളം ഓടുകയും അധ്വാനിക്കുകയും ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. And therefore Paul says your your secured undivided attention, devotion to the Lord, because this world is passing by. നിത്യതയുടെ കാലഘട്ടം വളരെ ദൈർഘ്യമുള്ളതാ. നമ്മൾ ഇവിടുത്തെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ we are as if we are living for the world and not living for eternity. ഈ ഭൂമിയിലേക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. എമിച്ചറിയൻ സാറാണോ വരുവിൻ യേശുവിനരികിൽ ആരാ എഴുതിയ പാട്ട്? എമിച്ചറിയൻ സാറല്ലേ? എമിച്ചറിയൻ സാറിന്റെ പാട്ടിന്റെ വരികൾ എത്ര ബ്യൂട്ടിഫുൾ അല്ലേ. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്ന് നാം എണ്ണും, നേടിയതെല്ലാം നമ്മൾ എണ്ണും. അങ്ങേ കരയിൽ നമ്മൾ നേടിയതൊക്കെ, പണവും കാര്യങ്ങളും കർത്താവിന് വേണ്ടി ഉള്ളതെല്ലാം കുറഞ്ഞു പോയാൽ പിന്നെ ഇത് തിരിച്ച് കറക്റ്റ് ചെയ്യാൻ, തിരിച്ച് ഈ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇത് കറക്റ്റ് ചെയ്യാനൊരു അവസരം നമുക്കില്ല. ഇങ്ങനൊരു അവസരം ദൈവസഭ എന്നെ ഏൽപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ. ഇനിയും 8-ാമത്തെ അധ്യായം മുതൽ ക്രിസ്ത്യൻ ലിബർട്ടിയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടോപ്പിക്. മേ ദ ഗുഡ് ലോർഡ് ബ്ലെസ്സസ്. ഒരു വാക്ക് പാടി നമുക്ക് അവസാനിപ്പിക്കാം. ഒരു നാൾ നശ്വരലോ